ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മ വിക്രത്തോട് പറയണ്ടേടാ മക്കളെ, എന്നാൽ എല്ലാവരും കൂടി നമ്മളെ ചതിക്കുമായിരുന്നോടാ. എന്നാലും നിന്റെ അമ്മ എന്ന് പറഞ്ഞ അവളാ എല്ലാത്തിനും കാരണം. സ്വന്തം മകനാ നീ, എന്നിട്ടും അവളും കൂടി ചതിയിൽ കൂട്ടി നിന്നാലോടാ. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ നോക്കിക്കോ, ഞാൻ ഇത്രയും നാളാ പണിയെടുത്ത് സമ്പാദിച്ചിട്ടേ ആ കമ്പനി ഈ നിലയിലെത്തിച്ചത്. അതിന്റെ ഷെയർ ഞാൻ ചോദിച്ചിരിക്കും. അവർ തന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങും. എന്തായാലും ആ പൈസ കിട്ടിക്കഴിഞ്ഞാലേ ഇപ്പൊ കളയാക്കിച്ചിരിക്കുന്നവരുടെ വായടക്കാൻ നമുക്ക് ആ പൈസ ധാരാളം അമ്മേ. ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശിന്റെ റൂമിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരുവാട്ടോ. ഡോക്ടർ അമ്മമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടറെ, പ്രകാശിന് ഇപ്പം എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഒരു ഷോക്ക് കിട്ടിയപ്പോൾ നെഞ്ചിന്റെ വേദന ഒന്ന് കൂടുതലാണ്, വേറെ വേരിയേഷൻ ഒന്നും ഇല്ല, ECG ഒക്കെ നോക്കി കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അമ്മമ്മേ ഞാൻ എന്തായാലും ഒന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം എന്ന് പറയാണ്. ശരിയുടെ മക്കള് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അമ്മമ്മ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെന്ന് കണ്ടോട്ടെ പ്രകാശിനെ. ആ കണ്ടോ എന്ന് പറയാണ്. അതിനുശേഷം അമ്മ പ്രകാശിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. പ്രകാശിന്റെ സമയത്ത് കണ്ണ് തുറന്ന് കിടക്കുമായിരിക്കും കേട്ടോ. എടാ മോനെ പ്രകാശ, പേടിക്കാനൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. എന്തിനാമ്മേ, ഞങ്ങൾ കിടന്ന കിടപ്പ് ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് പറയാം. എടാ അങ്ങനെയൊന്നും പറയലടാ. എന്നാലും കല്യാണം കൂടാൻ വന്നവരൊക്കെ സദ്യയെ കൊണ്ട് 4 കൂട്ടം പായസവും സദ്യയെ കൊണ്ട് പോയിട്ടുണ്ടാവില്ലേ അമ്മേ? പോയിട്ടുണ്ടാവും. അതിന്റെ കൂടെ നിന്റെ ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയും കൂടി ഉണ്ടാവും. എന്നാലും എല്ലാരും കൂടി ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞല്ലോ അമ്മേ. അതേടാ, എല്ലാരും കൂടി നമ്മളെ പറ്റിച്ചു കളഞ്ഞു. നമ്മുടെ മോൻ വിക്രം ആകെ നെഞ്ച് തകർന്നാണ് പോയിരിക്കുന്നത്. അതിന്റെ ഷെയർ ചോദിക്കാൻ വേണ്ടി പോയിരിക്കുക കമ്പനിയുടെ ഇത്ര നാളെ പണിയെടുത്തതിന്റെ. അതിന്റെ അവള് തരുമോ അമ്മേ? ആ കാർത്തിക എന്ന് പറഞ്ഞവള് അറിയില്ല. എന്തായാലും അവള് തരുമെന്നൊന്നും അറിയില്ല. എന്തായാലും അവൻ ചോദിക്കാൻ പോയിട്ടുണ്ട് മക്കളെ എന്ന് പറയാണ്. എന്നാലും കിടന്ന് കിടപ്പ് ചത്തുപോയാൽ മതി ഉള്ളൂ എനിക്ക്. അങ്ങനെ പറയലേടാ പ്രകാശ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറെ നേരമല്ലേ കുനുകുനെ കൊണ്ടുവന്ന് സംസാരിക്കണത്, അധികം നേരം സംസാരിക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മമ്മ അവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ ദീപേനെയും ലക്ഷ്മിനെയൊക്കെയാണ്. അപ്പൊ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും കൂടി ലക്ഷ്മിനെയും അതുപോലെ തന്നെ ദീപേനെയും വിളിക്കുന്നുണ്ട്. എവിടെയാ മക്കളെ, വാ എന്ന് പറഞ്ഞിട്ട് 2 കസേര ഇരുത്തിയിട്ട് അവിടെ ഇരുത്തുവാട്ടോ. ശേഷം നമ്മുടെ കാദംബരി ഇരിക്കുമ്പോ ബൈജു ചോദിക്കണ്ടേ, എന്താ കാദംബരി ചേച്ചി, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല ബൈജു, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, നാളെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കല്യാണം എങ്ങോട്ടേക്ക് വരുന്നത്. ബൈജു വാ, ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ബൈജുനെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. അങ്ങനെ ബൈജും കിരണും കല്യാണിയൊക്കെ നമ്മുടെ ലക്ഷ്മിനെയും ദീപേനെയും ഒരു 2 കസേര എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ നിന്ന് ഡാൻസ് കളിച്ച് ആഘോഷിക്കാട്ടോ. ബൈജു പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, ആഘോഷിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാം. അതത്ര ഉള്ള പായസമൊക്കെ കൂട്ടി നമുക്ക് നല്ലൊരു പിടി പിടിക്കാം എന്നൊക്കെ കിരൺ പറയാണ്. അതേസമയം നമ്മുടെ രാജപ്പനാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. കാരണം ചോദിക്കണ്ടേ, രാജപ്പ ഞാനൊരു കൊട്ട കൊണ്ടുവരട്ടെ? കൊട്ടയോ? അതെന്തിനാടാ? അതല്ല പൈസ ഇട്ടുകൊണ്ട് പോ. നീ കളിയാക്കുമായിരുന്നല്ലേ, നീ എല്ലാം അറിഞ്ഞിട്ട് എന്നെ കൂടി കുഴി ചാടിപ്പിച്ചടാ. എന്റെ രാജപ്പണ്ണ, ഞാൻ അറിഞ്ഞത് 2 ദിവസം മുമ്പാണ്. അന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ എപ്പോഴേ മുമ്പ് പൈസ കൊടുത്താ, അങ്ങോട്ട് പൈസ വേണോ എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തോണ്ടിരുന്നത് എന്ന് പറയാണ്. ഇപ്പൊ കുറ്റം എന്റെ തലയിലായോ എന്ന് ചോദിക്കുകയാണ് ബാലനെ. ആ സമയത്ത് നമ്മുടെ ബൈജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കേട്ടില്ല ബൈജു, രാജപ്പൻ പറഞ്ഞത് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ ആയെന്ന്. രാജപ്പണ്ണ, നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും പൈസ അയാൾക്ക് കൊടുക്കോ എന്ന് ചോദിക്കുകയാണ്. അത് തെറ്റുപറ്റിയുടെ ആ രീതിയിലല്ല എന്നെ അവരും വിശ്വസിപ്പിച്ചത്. എന്തായാലും ആ പൈസ കിട്ടാനൊന്നും പോണില്ല. കിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ചു മേടിച്ചെടുക്കും. അതിന് അവൻ മരിക്കാൻ കിടക്കല്ലേ, മരിച്ചാൽ തന്നെ അവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല, അത് ജീവിച്ചാലും ഉപയോഗമില്ല. ഒരു കിഡ്നി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇനി അവന്റെ ശരീരത്തിൽ എന്തുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവന്റെ മോനുണ്ടല്ലോ, അവനെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കും, നോക്കിക്കോ, അവന്റെ മോനെ കൊണ്ട് ഞാൻ ഈ പണം ഞാൻ മേടിപ്പിച്ചിരിക്കും എന്നൊക്കെ പറയാണ് രാജപ്പൻ. എന്തായാലും നിങ്ങൾ വാ ഭക്ഷണം കഴിക്കാന്ന് ബൈജു പറയുമ്പോൾ, ഞങ്ങൾക്കൊന്നും വേണ്ടടാ എന്ന് പറയുമ്പോൾ ബാലനം പറയണ്ട, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈജുയുടെ കൂടെ ബാലനകത്തേക്ക് പോവുക കേട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രം നമ്മുടെ ഓഫീസിൽ വന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ പൈസ ചോദിക്കുന്നുണ്ട്. ഓഫീസിലേക്ക് വരും കേട്ടോ. കാറൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഓഫീസിൽ എത്തുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി വിക്രത്തിനെ കാണാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ് താനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തത്? എന്താ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ കാണാൻ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നത്? അത് മോളിൽ നിന്നുള്ള ഓർഡർ എന്ത് ഓർഡർ തന്നെ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് കയറുവാണ്. നേരെ MDയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. MD കസേരയിൽ അവിടെ കയറി കുത്തിയിരിക്കുവാണ്. എന്നിട്ട് ഓരോന്നൊക്കെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, ഞാൻ വന്നത് നിങ്ങൾ കണ്ടില്ലേ, എനിക്കൊരു ഗ്ലാസ് ചായ വേണം. MD അടുത്ത് ചോദിക്കണമെന്നോ? ഞാൻ എൻ്റെ അടുത്ത് MD മര്യാദക്ക് ചായ താടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് വിക്രം. ആ സമയത്ത് കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർത്തിക വരുമ്പോഴേക്കും നമ്മുടെ വിക്രം ദേഷ്യത്തോടു കൂടി തന്നെ കാർത്തികനെ നോക്കുക കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അതെ ഇവിടുത്തെ എന്നോട് ഇവിടെ വരുമ്പോൾ ആർത്തും മൈൻഡ് ചെയ്യേണ്ട, വിഷ് ചെയ്യേണ്ട, ചായ തരണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാരണം ഞാനല്ലേ അത് പറഞ്ഞത്. ഇവിടുത്തെ പുതിയ MDയോ? MD ഞാനാണല്ലോ. അതെ, ഇപ്പൊ ഈ കമ്പനി നിന്റെ കമ്പനിയല്ല, എന്റെ കമ്പനിയല്ല. അപ്പൊ ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ ഈ കമ്പനി വിറ്റോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, അതെ വിറ്റു. MDയെ
MD വന്നിട്ടുണ്ട്, അവരാണ് തീരുമാനിക്കണം ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരും കേട്ടോ. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, ഇതാണ് പുതിയ MD, ഇവരുടെ RS കൺസ്ട്രക്ഷനായിട്ട് ഈ കമ്പനി ലയിച്ചു. ഓഹോ, അപ്പൊ നിങ്ങൾ ഈ കമ്പനി ഇവർക്ക് ഈ കമ്പനി കൊടുത്തല്ലേ? അതേടാ, ഇനി മുതൽ RS കൺസ്ട്രക്ഷനും ഈ കമ്പനിയിൽ MD കസലിരിക്കുന്നത് കല്യാണിയായിരിക്കും എന്ന് പറയാണ്. വിക്രം പറയണ്ട്, എന്തായാലും ഞാൻ ഇത്ര നാളെ പണിയെടുത്ത പൈസ എനിക്ക് കിട്ടണം എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട്, അതൊന്നും നീ എന്നോടല്ല ചോദിക്കേണ്ടത്, ഇപ്പത്തെ MD ആയിട്ടുള്ള കല്യാണി അടുത്താണ് ചോദിക്കേണ്ടത്. ആര് ചോദിച്ചാലും കൊള്ളാം, എനിക്ക് എന്റെ പൈസ കിട്ടിയിരിക്കണം. അതെ, ഇവിടുത്തെ തൂപ്പുകാരന്റെ ജോലി പോലും ഞങ്ങൾ നിനക്ക് തരില്ലടാ എന്ന് പറയാണ്. മര്യാദയ്ക്ക് എടുത്ത് പോവാൻ നോക്ക്, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറയാണ്. അത് കൊള്ളാലോ, ഞാൻ പണിയെടുത്ത പൈസ ചോദിക്കണത്, പണിയെടുത്ത പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് അഹങ്കാരത്തിന് കിട്ടിയതാടാ, ആ പൈസ കിട്ടുമെന്ന് വേണ്ടി കിരൺ പറഞ്ഞിട്ട് പിടിച്ച് തള്ളുവാട്ടോ വിക്രത്തിന്. നീ എന്നെ തള്ളിയല്ലേ, തള്ളി പോട, മര്യാദയ്ക്ക് ഇറങ്ങി പോട, പ്രശ്നം ഉണ്ടാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തിന് പുറത്തേക്ക് എടുത്ത് തള്ളുവാണ്. വിക്രം പറയണ, നിങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ, പോടാ പോയി പണി നോക്കടാ, വല്ല പണിയെടുത്ത് ജീവിക്കും, നോക്ക് രാജകുമാരനെ പോലെ വളർത്തിയതാ ഇവന്റെ അച്ഛൻ. എന്നിട്ട് ഇവന്റെ അവസ്ഥ കണ്ടില്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നു. ഞാൻ കൈ നീട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോഴേക്കും, അതൊന്നും നിനക്ക് കിട്ടാൻ പാടില്ല, നീ മര്യാദക്ക് പോവാൻ നോക്ക്. എന്നിട്ട് സെക്യൂരിറ്റി കിരൺ പറഞ്ഞിട്ട്, ഇവനെങ്ങനെ വന്നാലേ അകത്ത് കയറ്റി വിടരുത് എന്ന് പറഞ്ഞിട്ട് കിരണും അതുപോലെ തന്നെ കല്യാണി കാർത്തികയും കൂടി അകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് വിക്രം അവിടെ നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ചോദിക്കണ്ട, എല്ലാ സാറ് പോകുവാണോ? താഴെ കളിയാക്കുവാണല്ലേ എന്ന് പറയുമ്പോഴേക്കും, എല്ലാവരും കൂടി ചേർന്നെ കളിയാക്കണം, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇന്നെ പറയൂ കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന രാജപ്പനെയാണ്. രാജപ്പൻ ബാലനോട് ചോദിക്കണ്ടേ, എടാ ബാല, എനിക്ക് ആ പൈസ കിട്ടില്ലടാ, 17 ലക്ഷം രൂപ, എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. അതാണെന്നാ പറയുമ്പോഴേക്കും രാജപ്പൻ പറയണ്ട്, ഭരണം പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുത്ത അനുഭവമുള്ളതല്ലേ, അന്ന് പ്രകാശം തിരിച്ചു തന്നില്ലല്ലോ, അന്ന് തന്നത് കല്യാണിയാണ്. എടാ, അതുപോലെ കല്യാണി ഈ പ്രാവശ്യം പൈസ തരുമായിരിക്കോടാ. അവള് തരാനാ, അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒട്ടും അവള് തരില്ല. എന്തായാലും ഈ പ്രാവശ്യം നിങ്ങളുടെ പൈസ പോയി തന്നെ. എടാ, അങ്ങനെ പോയെന്ന് ഞാൻ വിചാരിക്കില്ലടാ, നോക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ ആ വിക്രത്തിനെ പോയി കാണും, അവനെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ വരുള്ളൂ, അവനെ കൊന്നിട്ടാണെന്ന് ഞാൻ ആ പൈസ മേടിച്ചിരിക്കും. വെറും 1-2 രൂപയല്ല, 17 ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഞാനിപ്പോൾ കണക്ക് കൂട്ടുന്നില്ല. എന്തായാലും 17 ലക്ഷം രൂപ അവന്റെ മോനെ കൊണ്ട് തന്നെ ഞാൻ മേടിപ്പിച്ചിരിക്കും എന്ന് പറയാണ് രാജപ്പൻ. അങ്ങനെ രാജപ്പൻ ദേഷ്യത്തോട് കൂടി തന്നെ വിക്രത്തിനെ നോക്കാൻ പോകുന്ന ഭാഗമായിട്ടോ കാണിച്ചത്. എന്തായാലും വിക്രം സ്ലോ മോഷൻ എന്നൊക്കെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാലും പ്രൊമോല് കാണിച്ചിട്ടല്ലോ വിക്രത്തിന്റെ കഴുത്തിനെ കയറി പിടിച്ചിട്ട് രാജപ്പൻ ചോദിക്കുന്ന ഭാഗം അതിന്നില്ല കേട്ടോ. അതെന്തായാലും നാളെ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാജപ്പന്റെ ഗുണ്ടകൾ വിക്രത്തിനെ കിടപ്പിലാക്കും. വിക്രത്തിന്റെ കിഡ്നിയോ കരളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വിട്ടിട്ടാണെങ്കിലും രാജപ്പന്റെ 17 ലക്ഷം മേടിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും വിക്രത്തിനാണ് ഈ വലിയൊരു പണി കിട്ടാൻ പോണത്. എപ്പിസോഡ് നല്ല കിടു എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഒട്ടും ലാഗില്ലാതെ നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രമേ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.